ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഈ കഴിഞ്ഞ വ്ളോഗിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഞാനിപ്പം ബൊട്ടിക്കിലെ വർക്കൊന്നും എടുക്കുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആണ് വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടൊരു 1 വീക്ക് വ്ളോഗ് ചലഞ്ച് ചെയ്തുകൂടാ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th മാർച്ച് 2021 കേട്ടോ, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി 10:45 ഇപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ വെറുതെ ഒരു വ്ളോഗ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ ഒരു വ്ളോഗ് ചലഞ്ച് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മൾ ആ ഒരു കളയുന്ന സമയത്തിന് ഇച്ചിരി ഒരു എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടൊരു ഡിസ്കഷനിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ സ്ഥിരം ടോപ്പിക്കായ നമ്മുടെ ഡിസൈനിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് കുറച്ചും കൂടെ സംസാരിക്കാനായിട്ട് താല്പര്യമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ സ്റ്റാർട്ടിങ് ഇടുന്നത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഇനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞായറാഴ്ചയായിരിക്കും. അപ്പോൾ ഞായറാഴ്ച അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസിനെ ബേസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് പ്ലാൻ ചെയ്യാം, അല്ലെ വ്ളോഗ്സ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് ചലഞ്ച് ഇടയ്ക്ക് വെച്ച് നിർത്താം. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് തീരുമാനിച്ചാണ്. ഞാനിപ്പം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ക്യാമറ എടുത്ത് ഓണാക്കി സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സെൻസിൽ തന്നെ ഇതെടുക്കണം. കണ്ണൊക്കെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും, അപ്പോൾ എക്സ്ക്യൂസ് ചെയ്യണം. ബാക്കിൽ പിള്ളേരുടെ ബഹളമൊക്കെ ഉണ്ട്, അതും എക്സ്ക്യൂസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇന്നോട്ട് 7 ദിവസം 1 വീക്ക് വ്ളോഗ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. എന്തെങ്കിലും ഒരു നല്ല ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളൊരു ഡിസ്കഷൻ പോലെ പോവാം. അതായത് ഞാൻ സംസാരിക്കും, നിങ്ങളുടെ കമൻസ് വായിച്ചിട്ട് അതും ഒരു ഡിസ്കഷൻ പോലെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ നോർമൽ വ്ളോഗ് പോലെ ഇതങ്ങ് പോകും. ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങ് പോവാം. പിന്നെ ഈ ഒരു ഇതിനിടയിൽ ഡെയിലി അപ്ഡേറ്റ്സ് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അതായത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും ക്യൂരിയസ് ആണ്, വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. അതെനിക്കറിയാം. അപ്പോൾ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന് അതിനൊരു സൊല്യൂഷൻ കാണിച്ച് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു തോട്ട്, ഒരു ചിന്ത. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷന് അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കിന് ആധാരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മാർച്ച് 8-ന് മാർച്ച് 8-ന് പേടിഎം എന്ന് പറയുന്ന അറിയാലോ, പേടിഎം ആപ്പ്. അപ്പോൾ പേടിഎമ്മിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണാം. നമ്മുടെ ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും, കാണാത്തവർ പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്, അത് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ ഇത് തന്നെ ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് കൊണ്ടുവരണമെന്ന് തോന്നിയത്. അപ്പോൾ അതിലല്ല ഇതിൽ എൻ്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാം. ചോദ്യം ഇതാണ്: നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇല്ല നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് തനിയെ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇനി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇല്ല? നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾക്കറിയാം പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ ഒത്തിരി ആൻസേഴ്സ് വരാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക് എടുത്തിട്ട സ്ഥിതിക്ക് എൻ്റെ കാര്യവും കൂടെ പറഞ്ഞു പോകണമല്ലോ. എൻ്റെ ഫിനാൻസ് ഞാൻ തന്നെയാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്. തുടക്കത്തിൽ, അതായത് ഞാൻ ഏൺ ചെയ്ത് തുടങ്ങിയ സമയം എന്ന് പറയുന്നത് 2004-ലാണ്. അന്നേരം എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ് ശമ്പളം. അപ്പോൾ
അത് കുറേ നാൾ കയ്യിലാണ് അവർ തന്നുകൊണ്ടിരുന്നത്. അത് അതേപടി ഞാൻ അച്ചാച്ചിക്ക് കൊടുക്കും, എൻ്റെ അച്ഛന് കൊടുക്കും. അപ്പോൾ പിന്നെ എനിക്ക് അന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, സണ്ണി എന്ന് പറഞ്ഞിട്ടൊരു 2 വീലറാണ്. എപ്പോഴും അത് പണിയാണ്. ഒന്നെങ്കിൽ ടയർ പഞ്ചറാവും, അല്ലെ പിന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാർട്സൊക്കെ പോവും, മാറ്റിയിടണം, പെട്രോൾ അഴിക്കണം. അതിന് തന്നെ ഈ 2000 രൂപ അങ്ങ് പോവും. അപ്പോൾ അച്ചാച്ചിലെ 2000 രൂപ കൊടുത്തിട്ട് ഞാൻ 5000 രൂപയുടെ പണി മേടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ബസ് പിടിച്ച് പോവുകയാണെങ്കിൽ ബസ്സിനുള്ള കാശ്, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് മേടിച്ചുകൊണ്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ അവരത് കാനറ ബാങ്കിലേക്ക് മാറ്റി. കാനറ ബാങ്ക് ATM കാർഡൊക്കെ വെച്ചിട്ട് അവർ ക്യാഷ് ഇടാൻ തുടങ്ങി. ആനി ആനി ഇങ്ങി ബാ ആനി, ഇനി വന്നതേ ഇത് നോക്കി ബാ. ഓടിയോ ഇവിടെ വന്നിരിക്കും. അപ്പോൾ അവർ കാനറ ബാങ്കിൽ ATM കാർഡൊക്കെ തന്നു. കാനറ ബാങ്കിലാണ് ഫസ്റ്റ് അക്കൗണ്ട് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം എനിക്ക് ATM കാർഡ് എങ്ങനെ കൈകാര്യം ചെയ്യണം അങ്ങനൊന്നും അറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന ആൾ അച്ചാച്ചിയാണല്ലോ. അപ്പോൾ അച്ചാച്ചി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ 2008 അടുപ്പിച്ച് ഇവർ ബാങ്ക് മാറ്റി. കത്തിച്ചേരാം ദേ കണ്ടോ? അയ്യോ കൈ പൊള്ളം. കത്തിച്ചേരാല്ലോ, ദേ കത്തിച്ചേരാവേ. കണ്ടോണേ, എൻ്റെ കൈ പൊള്ളി. ഓക്കെ ഊതിക്ക്. കൊള്ളാം, മതി കേട്ടോ. അപ്പോൾ അവർ HDFC ബാങ്കിലേക്ക് മാറ്റി. നമ്മുടെ ഇതൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ പ്ലീസ്. അപ്പോൾ അത് HDFC ബാങ്കിലേക്ക് മാറ്റി. അപ്പോൾ ഈ കുറച്ച് നാൾ ഈ ATM കാർഡ് വെച്ച് ചെയ്യാനൊന്നും നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ ക്യൂരിയസ് ആണ്. നമ്മളെ കൈകൊള്ളും എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് HDFC ബാങ്കിലേക്ക് ഇത് മാറ്റി പുതിയ ATM കാർഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് കൊടുത്തില്ല. അപ്പോൾ ഒരു 2000 കമ്പ്യൂട്ടർ കത്തിച്ചേരാം. കൈ പൊള്ളും. ഒരു മിനിറ്റ്, ഞാൻ ഇത് ഫിനിഷ് ചെയ്തോട്ടെ. അപ്പോൾ 2008 തൊട്ട് ഈ സംഭവം എൻ്റെ കയ്യിലായി. 2008 തൊട്ട് സംഭവം എൻ്റെ കയ്യിലായി. കൈ പൊള്ളിക്കരുത്. അതിനുശേഷം പിന്നെ ഈ വരുന്ന എമൗണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ചിന്ത, എങ്ങനെയാണ് ഇത് സേവ് ചെയ്യേണ്ടത്, അന്നേരമാണ് ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പ്രത്യേകിച്ച് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ എവിടെ കിട്ടും എന്നൊന്നും ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. കത്തിച്ചാൽ ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടോ, ഞാൻ വിളിച്ചതേ അബദ്ധമായി പോലും ആനിക്കുട്ടീനെ. അവിടെ പോയി TV ഇച്ചിരി നേരം കേട്ടിട്ട് വന്നാൽ ഞാൻ കത്തിച്ചേരാം, ഉറപ്പായിട്ട് ഞാൻ കത്തിച്ചേരാം. ലാസ്റ്റ് ഓക്കെ. അയ്യോ കത്തുന്നില്ല, കണ്ട എന്റെ കൈ പൊള്ളിത്. ഇനി എന്റെ കൈ പൊള്ളി. അയ്യോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പോ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്ററിങ് ഇതാണ് ഞാനൊരു പരിപാടിക്കും പോവാത്തത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കത്തിച്ചേരാം. അപ്പൊ ഇത് കഴിഞ്ഞേച്ച് ഞാൻ പിന്നെ 2008 ആയപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണം ഒക്കെ റെഡിയായി. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ബിജുവായിട്ട് ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ഒത്തിരി വേറെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഐഡിയ കിട്ടിയത്. ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ പറ്റിയൊക്കെ ഐഡിയ കിട്ടിയത് അന്നേരമാണ്. അപ്പോൾ നമ്മൾ പതുക്കനെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടിയെന്നുള്ള മട്ടിലാണ് ഓരോന്നിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പം ആദ്യമൊക്കെ നല്ല രീതിയിൽ റിട്ടേണൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് പതുക്കനെ ധൈര്യമായി. അപ്പോഴും സ്റ്റിൽ ഞാൻ ചെയ്തൊരു കാര്യം,
ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യും ഇത് നല്ലതാണോ. ഒപ്പീനിയൻ എടുക്കും എല്ലാവരുടെ കയ്യിൽ നിന്ന്, പക്ഷേ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളതല്ലാതെ ഒരാൾ പറയുന്നത് കംപ്ലീറ്റ്ലി നോക്കിയിട്ട് എനിക്ക് ശരിയാണെന്ന് തോന്നിയാലേ ഞാൻ ഓക്കെയിലോട്ട് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അന്നേരവും ഇത് ഫുൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, ഇപ്പോഴും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഫിനാൻഷ്യലി ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ പറയാം. ഇവിടെ പിള്ളേർ ഇപ്പം അലമ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം.